ഹോർമുസ് ഇറാന് പൊളിച്ചു തുടങ്ങി. ഹോർമുസ് തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് സോഷ്യൽ ട്രൂത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൈകാരികമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹോർമുസ് അല്ല തങ്ങളുടെ ലക്ഷ്യം. തങ്ങളുടെ ലക്ഷ്യം ആണവായുധ ശേഖരം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ആണവായുധ നിർമ്മിതവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്നുള്ളതാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പഴമക്കാർ പറയുന്ന ഒരു രീതിയുണ്ട്. സമാന രീതിയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ലോക രാഷ്ട്രീയത്തിൽ, സാമ്പത്തിക രാഷ്ട്രീയത്തിലും ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കടലിടുക്കിൻ്റെ പേരാണ് ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടൽ എന്ന് പറയുന്നത്. ഇവിടെ അമേരിക്ക സർവാധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതോടുകൂടി അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനമാണ് ഇറാൻ നടത്തുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത്. നിരന്തരം പലതരത്തിലുള്ള ശ്രമങ്ങളും കുരുട്ടുവിദ്യകളും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നതാണ്. ലോകം അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം ഹോർമുസ് അല്ല, ആണവായുധ നിർവ്യാപനമാണ്. അതിനുവേണ്ടിയാണ് തങ്ങൾ ശ്രമിക്കുന്ന ആക്രമണം നടത്തുന്നതെന്നാണ്. 12-ാം ദിവസം ഇന്നും ആക്രമണം നടത്തിയിട്ടുണ്ട്. തിരിച്ച് ഇറാൻ ജോർദാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചാക്രമണം നടത്തിയിട്ടുണ്ട്. ജോർദാൻ ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ളത് ജോർദാനിലാണ്. ഈ ഖത്തറിൽ നിന്ന് പതുക്കെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇന്നും ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിന് നേരെയും ബഹ്റൈന് നേരെയും നടത്തിയ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടു. ട്രംപിൻ്റെ ഭാഗം ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ചാനൽ നൽകിയിരിക്കുന്ന അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു, അമേരിക്കയുടെയും വെനിസുലയുടെയും എണ്ണ ശേഖരം ചേർത്താൽ ലോകത്തിലെ 62 മുതൽ 63% വരെ എണ്ണ നിയന്ത്രിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പോൾ ഏകദേശം 50%-ൻ്റെ പകുതിയിലധികം എണ്ണ നിയന്ത്രിക്കാനും വെനിസുലയുടെയും അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയിൽ ഇഷ്ടംപോലെ എണ്ണപ്പാടങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരിലും അമേരിക്കയുടെ പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഈ എണ്ണ കിണറുള്ള രാജ്യവും അമേരിക്ക തന്നെയാണ്. അപ്പോൾ പിന്നീട് രണ്ടാം ഘട്ടം പറയുന്ന സമയത്ത് വെനിസുല ഏറ്റവും കൂടുതൽ ഈ എണ്ണ ശേഖരമുള്ള രണ്ടാമത്തെയോ മൂന്നാമത്തെ രാജ്യമാണ്. ഈ രാജ്യങ്ങൾ രണ്ടും കൂടി ചേരുന്ന സമയത്താണ് 62%. വിൽപ്പന നടത്താനും ലാഭമുണ്ടാക്കാനും രാജ്യപുരോഗതി ഉണ്ടാക്കാനും ഒക്കെ ഇത് ധാരാളം മതി. അതുകൊണ്ട് തങ്ങൾക്ക് എന്തില്ല, തങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ഈ ഇറാൻ്റെ നിയന്ത്രണത്തിൽ ഉള്ള കടലിടുക്ക് പോലെയുള്ളൊരു സംവിധാനം ആവശ്യമല്ല. ചെറിയ കടലിടുക്ക് ഹോർമുസ് ആണെങ്കിലും ഇനി ബാബുൽ മന്ദബ് ആണെങ്കിലും ആവശ്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ജോർജിയയിൽ നടന്ന ഒരു റാലിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇവിടുത്തെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ എണ്ണ വില നിയന്ത്രിക്കാൻ 62% കൈവശം പെട്രോളിയം വെച്ചാലും ട്രംപിന് സാധിക്കുകയില്ല. അതിനവർ ഉദാഹരണം കൂടി പറയുന്നു. ഏറ്റവും കൂടുതൽ എണ്ണപ്പാടമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നത് നിങ്ങൾക്കും ലോകത്തിനും അറിയാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ രാജ്യത്തെ പെട്രോളിയത്തിൻ്റെ വില പോലും പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്നത് മണ്ടത്തരമാണെന്ന് ലോകം തീർച്ചയായിട്ടും അടയാളപ്പെടുത്തും. അഥവാ 32% നിലവിൽ ഉണ്ടായിരുന്ന, അതായത് യുദ്ധത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പെട്രോളിയത്തിൻ്റെ വില അമേരിക്കയിൽ മാത്രം വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രഹരമേൽപ്പിച്ച അല്ലെങ്കിൽ പ്രഹരം അനുഭവിക്കേണ്ടി വന്ന രാജ്യത്തിലൊന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. അവിടെ പെട്രോളിയത്തിൻ്റെ വില കുറയുകയാണ് ചെയ്തത്. മറ്റിടത്ത് 32% കൂടുന്നു. അപ്പോൾ ഒരു രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യത്തുള്ള നിർമ്മാണ വസ്തുക്കൾ, ഇതിപ്പോൾ പെട്രോളിയം നിർമ്മിതമായിരിക്കുന്ന ഒരു വസ്തുവാണല്ലോ, അത് നിർമ്മിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഉപയോഗം കഴിച്ചിട്ടാണ് ബാക്കി പുറത്തോട്ട് വിൽപ്പന നടത്തുക. അപ്പോൾ ഇത് വലിയ ടൈറ്റ് വന്നാലോ വീണ്ടും രാജ്യത്തേക്ക് ആ പെട്രോളിയം മടങ്ങി വരികയും അവരുടെ ആവശ്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും വിൽപ്പന നടത്തിയിട്ടില്ലെങ്കിലും.
രണ്ട് പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പെട്രോളിയം ഉണ്ട്, ഒരുപാട് കിണറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഒരു ഒരു നാട്ടിൻ പ്രദേശത്ത് ഒരു 10-20 കിണർ അടുത്തടുത്തുണ്ട്. എന്നാൽ ആ കിണറിലൊന്നും വെള്ളമില്ല, അല്ലെ കിട്ടുന്ന വെള്ളം കുറവാണ്. ഓരോരോ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമേ ഉള്ളൂ എന്ന് കരുതുക. എന്നാൽ ഒരു വയലേരിയയിൽ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ യഥേഷ്ടം വെള്ളമുണ്ട്. അവിടുന്ന് ഇഷ്ടംപോലെ ആളുകൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ഈ ഹോട്ടൽ പോലെയുള്ള മറ്റ് സംവിധാനത്തിലേക്കും വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ഈ കിണറാണ്. മാത്രവുമല്ല, ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത്, അതായത് എല്ലാ കാലത്തും അതിൻ്റെ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ വയലിലുള്ള കിണറുകൾക്ക് സാധിക്കാറുണ്ട്. ഇതാണ് വ്യത്യാസം. കാരണം എണ്ണത്തിൽ കൂടുതൽ കിണറുകളുള്ള വെനിസ്വേല സമ്പന്ന രാജ്യമല്ല. ആ രാജ്യമാവാതിരിക്കാൻ പെട്രോളിയത്തിൻ്റെ കിണറുകൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല. അത് നിർമ്മിച്ച് പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് അതിന് ഒരുപാട് ചിലവുകൾ കൂടും. ചിലവുകൾ കൂടിക്കാണെങ്കിലും ഈ സോഫ്റ്റ് ആയിരിക്കുന്നത് ഇറാൻ പോലെയുള്ള, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ശുദ്ധമായിരിക്കുന്ന പെട്രോളിയമായിട്ട് വെനിസ്വേലൻ പെട്രോളിന് അടയാളപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു വ്യത്യാസമുണ്ട്. ക്വാളിറ്റിയിലും ഉപയോഗത്തിലും മെച്ചപ്പെട്ട് നിൽക്കുകയും നിർമ്മാണത്തിനുള്ള പണം കുറവ് വരികയും വിൽപ്പന യഥേഷ്ടം ചെറിയ സംഖ്യക്ക് വിൽക്കാൻ കഴിയുകയും ചെയ്യുന്ന പെട്രോളിയത്തിൻ്റെ പേരാണ് ഒന്ന് ഇറാൻ്റെ പെട്രോൾ എന്ന് പറയുന്നത്. ഇതായിരുന്നു കണ്ണുവെച്ചത്, ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നിട്ടില്ല. അതിന് പകരമായ രീതിയിൽ വെനിസ്വേലയുടെ പെട്രോൾ ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസം 2 മാസത്തോളമായി, അല്ലെ അതിൽ കൂടുതലായി. എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും പെട്രോളിയം കൈവശം വെച്ചിട്ടും തങ്ങളുടെ സ്വന്തം രാജ്യത്ത് പെട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചിട്ടില്ല. നിരന്തരം ഉപയോഗിക്കുകയും നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് വെനിസ്വേലൻ പെട്രോളിയം. അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. ആ രാജ്യത്ത്, അതായത് വെനിസ്വേല എന്ന രാജ്യത്തിനോ അതല്ലെങ്കിൽ അത് പിടിച്ചടക്കിയ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനോ പ്രത്യേകമായ രീതിയിൽ ഇതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. എന്നാൽ എല്ലാ കാലത്തും സാമ്പത്തിക ഉപരോധം ഇറാനെതിരെ അമേരിക്ക പുറപ്പെടുവിച്ചിട്ടും സാമ്പത്തിക ഉപരോധത്തിൽ വീർപ്പ് മുട്ടുന്നു എന്ന് ലോകം ഇറാനെതിരെ പറഞ്ഞിട്ടും അവർ യഥേഷ്ടം ചൈനയ്ക്ക് പെട്രോളിയം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഈ ഉപരോധം വെച്ചുകൊണ്ട് തന്നെ പലതരത്തിൽ അതിന് തന്ത്രം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര പാതയിൽ ഒരു കപ്പലിനെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ മറ്റേതോ രാജ്യത്തിനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള കടലുകളൊക്കെ, ഹോർമുസ് കടൽ അടക്കമുള്ളതെല്ലാം അന്താരാഷ്ട്ര പാത അതിലെല്ലാം ഉണ്ട്. അതിലൂടെ യഥേഷ്ടം പോകുന്നു. പിന്നീട് ചില കപ്പലുകളൊക്കെ വ്യാജമായ രീതിയിൽ ലൈസൻസ് എടുത്തതുണ്ടാവാം, പതാക പതിക്കാത്തതുണ്ടാവാം. ചിലപ്പം ഏതെങ്കിലും ശ്രീലങ്കയുടെ ഒരു കപ്പലാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ റഷ്യയുടെ പതാകയായിരിക്കും അതുമേൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അങ്ങനെ വ്യത്യസ്ത തരത്തിലും രീതിയിലും, അതൊക്കെ നമ്മൾ ഉദാഹരണം പറയുകയാണ്, നടന്ന സംഭവമാണ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഈ കടലിടുക്കിലൂടെ പോയിക്കൊണ്ട് ചൈനയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ യഥേഷ്ടം അവർക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ എല്ലാ കാലത്തും ഇറാൻ ചൈനക്ക് പെട്രോളിയം വിൽക്കുന്നു. ഈ യുദ്ധമുഹൂർത്തത്തിലും അത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ച് ചില കപ്പലുകളൊക്കെ ആ റൂട്ടിലൂടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. ഒരുപാടൊന്നും അങ്ങനെ പോകാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത്, അവർ കണക്ക് കൂട്ടിയ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി. തങ്ങളുടെ ഉദ്ദേശ റൂട്ടിലൂടെയല്ല ഇപ്പം കാര്യങ്ങൾ പോകുന്നതെന്ന് വ്യക്തമായി. അതുകൊണ്ട് ഹോർമുസിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സാധിക്കണം. അത് അമേരിക്കയെ സാധിക്കില്ലെന്ന് അവർക്കും ബോധ്യമായി. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കരഭൂമിക്ക് എത്രത്തോളം പ്രാധാന്യവും മഹത്വവും ഉണ്ടോ അത്ര തന്നെ പ്രാധാന്യവും മഹത്വവും ഹോർമുസ് കടലുണ്ട്. തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ വ്യാജമായിരിക്കുന്ന അല്ലെങ്കിൽ സമാന്തരമായിരിക്കുന്ന പാത വെട്ടിത്തെളിച്ചാൽ പോലും ഒരിക്കൽ പോലും പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്തോടു കൂടി നിങ്ങൾക്ക് അക്കരെ കടക്കാൻ സാധിക്കില്ല. അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിറം മാറുന്ന ഓന്തിൻ്റെ രീതിയിലാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് പറയുന്നതല്ല മറ്റൊരിടത്ത് എത്തുന്ന സമയത്ത് പറയുന്നത്, മാറ്റി മാറ്റി പറയുന്നു. അതിൻ്റെ കാര്യം ഇറാന് മുൻപിൽ
പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അല്ലാതെ യുദ്ധം വിജയിക്കാന്നല്ല, ഏതെങ്കിലും ഒരു വിജയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശം നടത്താൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് അമേരിക്കൻ രാഷ്ട്രീയം നിലവിലെ സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.